ഇപ്പം ഇന്ന് മുതൽ നമ്മളെന്ന് വെച്ചാൽ എടുക്കുന്ന ട്രേഡ്സിൻ്റെ എങ്ങനെയാണ് ആ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തത്, നമ്മൾ ആ പ്രോപ്പർ ഡിസിപ്ലിൻ എങ്ങനെ ഫോളോ ചെയ്യണം, അതിൻ്റെ എൻട്രി എക്സിറ്റ് എന്തിൻ്റെ ബേസിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് എന്നിവ കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ നമ്മൾ ഇനി അങ്ങോട്ട് ഈ ഇടുന്ന ഓരോ വീഡിയോസിൻ്റെ കൂടെ നമ്മൾ വോയിസ് ഉൾപ്പെടെ ഇടുന്നതാണ്. ഓക്കെ, പിന്നെ ഞാൻ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തത് ഞാനിന്ന് 3 ട്രേഡ് മൊത്തം എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നിലവിൽ എനിക്ക് രാവിലത്തെ 2 ട്രേഡ്സ് ഒരെണ്ണം പ്രോഫിറ്റായി, ഒരെണ്ണം എനിക്ക് SL ഹിറ്റാവുകയാണ് ചെയ്തത്. മീൻസ് എനിക്ക് ഇപ്പോൾ നിലവിലിപ്പം 77,400 PE ഇത് തന്നെയാണ് ഞാൻ മുൻപേ എടുത്ത ട്രേഡ്. പക്ഷേ ഞാൻ SL ഞാൻ വെച്ചിരുന്നത് കൊണ്ട് എനിക്ക് SL ഒന്ന് റിവേഴ്സ് ചെയ്ത് SL ഹിറ്റായിട്ട് ഏകദേശം 9,000 റുപ്പീസ് അടുപ്പിച്ച് 8,000-9,000 റുപ്പീസ് അടുപ്പിച്ച് ലോസ് വന്നു. സോ ആ സെയിം ട്രേഡ് തന്നെയാണ് അഗൈൻ ഞാൻ എക്സിക്യൂട്ട് ചെയ്തത്. ഈ സെയിം ലൊക്കേഷനിൽ തന്നെയാണ് ഞാൻ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തിരുന്നത്. ആ ഓർഡർ ബ്ലോക്കിൻ്റെ അവിടെ നിന്ന് നേരെ വന്ന റെസിഡൻസ് ഏരിയ നിന്ന് ബ്രേക്ക് ചെയ്ത് റിജക്ഷൻ വന്ന സമയത്താണ് ഞാൻ എൻട്രി ഓപ്പൺ ചെയ്തത്. പക്ഷേ അത് 585 എൻ്റെ എൻട്രി ഉണ്ടായിരുന്നത്. പക്ഷേ അത് 540 ഞാൻ SL വെച്ചിരുന്നത്. സോ അത് 540 ഒന്ന് SL ഹിറ്റ് ഉണ്ടായി. സോ എൻ്റെ അനലൈസ് പ്രോപ്പർ ആയിരുന്നത് കൊണ്ടും തന്നെ സെയിം എൻട്രി വീണ്ടും അഗൈൻ ഞാൻ എടുക്കുകയുണ്ടായി. ഞാൻ എൻട്രി എടുത്തു, പ്രോഫിറ്റ് ആയി തുടങ്ങി 610 എൻട്രി ഇട്ടിരുന്നത്. കറക്റ്റ് 610 വന്ന് മാർക്കറ്റ് വന്നു, അത് ഓർഡർ എക്സിക്യൂട്ടായി, ഓൾറെഡി മൂവ് ചെയ്ത് തുടങ്ങി. ഓൾറെഡി മൂവ് ചെയ്ത് മാർക്കറ്റ് ഇപ്പം ഓൾമോസ്റ്റ് 20 പോയിൻറ്റ്സോളം മൂവ് ചെയ്ത് വന്നു. അപ്പം ഞാൻ ഹോൾഡിങ്ങിലാണ്. എൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ കാണുന്ന പിവട്ട് പോയിൻ്റ് ഏരിയയാണ് എൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അതിനടുക്കൽ എത്തുമ്പോൾ എക്സിറ്റ് ചെയ്യും എന്നാണ് എൻ്റെ ഒരു കാലിബ്രേഷൻ. സാധാരണ രീതിയിൽ ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്നത് 5 to 10% ആണ് ഞാൻ ടാർഗറ്റ് വയ്ക്കുന്നത്. 10% മുകളിൽ എപ്പോൾ കയറി കഴിഞ്ഞാൽ ഞാൻ എക്സിറ്റ് ചെയ്യാനാണ് പതിവ്. ചില സമയങ്ങളിൽ നമുക്ക് മാർക്കറ്റ് ഇനിയും മൂവ് ചെയ്യും എന്ന് കൺഫർമേഷൻ വന്നു കഴിഞ്ഞാൽ SL കയറ്റിക്കൊണ്ട് വന്ന് ഹോൾഡ് ചെയ്യാനാണ് പതിവ്. ഇത് പ്രോപ്പറി നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയ പ്രോപ്പർ എൻട്രിയാണ്. കറക്റ്റ് അവരുടെ ഓർഡർ ബ്ലോക്കും ഫോം ആയിട്ടുണ്ടായിരുന്നു. നേരെ റെസിഡൻസ് ഏരിയ ഉണ്ടായിരുന്നു. റെസിഡൻസ് ഏരിയ റിജക്ഷൻ വന്ന സമയത്ത് സ്പോട്ടിൽ ഞാൻ എൻട്രി എടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ നിലവിൽ പ്രോഫിറ്റ് ഏകദേശം 5,000 റുപ്പീസ് അടിച്ച് വന്നിട്ട് തിരിച്ച് മാർക്കറ്റ് റിവേഴ്സ് വന്നൊക്കെയാണ്, ലോസിലോട്ട് വന്നിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ എക്സിറ്റ് ചെയ്തിട്ടില്ല, നിലവിൽ ഹോൾഡിങ്ങിലാണ്. എൻ്റെ ടാർഗറ്റ് എത്തുന്നവരെ ഞാൻ ഹോൾഡ് ചെയ്യും. നമുക്ക് നോക്കാം ഇത് ഏത് വരെ പോകും എന്നുള്ള കാര്യം. നല്ല റിവേഴ്സ് ടെൻഡൻസി വരുന്നുണ്ട് മാർക്കറ്റ്. അത് POS കിട്ടിയതിൻ്റെ പേരിൽ ജസ്റ്റ് റീറ്റേസ്മെൻറ്റ് മുകളിലോട്ട് പോകുന്നതാണ്. അപ്പോൾ ചോദിക്കും, നിങ്ങൾ മുൻപേ റീറ്റേസ്മെൻറ്റ് BOS കഴിഞ്ഞ് റീറ്റേസ്മെൻറ്റ് കഴിഞ്ഞ് എൻട്രി എടുത്താൽ പോലെയാണ്. ബിക്കോസ് ഇതിന് മുമ്പേ തന്നെയാണ് എൻട്രി എടുത്തിരുന്നത്. ഞാൻ പറഞ്ഞില്ല 585 എൻട്രി എടുത്തത്. റിവേഴ്സ് വന്നു, SL ഹിറ്റ് ചെയ്ത് കൊണ്ടാണ് ഞാൻ രണ്ടാമത് എൻട്രി എടുത്തത്. 610 എൻട്രി എടുക്കുന്നത്. സോ നമുക്ക് എൻട്രി ചിലപ്പോൾ ആ സമയത്ത് നമ്മൾ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ എക്സിക്യൂട്ട് നമുക്ക് ആ എൻട്രിയിൽ കിട്ടില്ല എന്ന് വരും. അതുകൊണ്ടാണ് നമ്മൾ BOS കിട്ടണമെങ്കിൽ നമ്മൾ ആ ഒരു ടാർഗറ്റ് വോളിയം നോക്കിയിട്ട് നമ്മൾ അനലൈസും പ്രോപ്പറും കാര്യങ്ങൾ ഡേറ്റ നോക്കിയ ശേഷം നമ്മൾ എൻട്രി എടുക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഓൾമോസ്റ്റ് നമ്മൾ സാധാരണ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറച്ചൊരു 4,000 5,000 റുപ്പീസ് റേഞ്ച് ഒരു ബോട്ടം വരെ പാനിക്കായിട്ട് എക്സിറ്റ് ചെയ്യും. എന്നിട്ട് തന്നെ ലോസ് വന്നു കഴിഞ്ഞാൽ ലോസ് മാക്സിമം 5,000 10,000 വന്നാലും ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കും. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. നമുക്ക് നമ്മൾ ടാർഗറ്റ് ഉണ്ടായിരിക്കണം. അത് ഇൻഡെക്സിൽ ആ ചാർട്ടിൽ മാത്രമേ നോക്കാവൂ. ചാർട്ടിൽ നോക്കുക മാത്രം ഇരിക്കുക. നിങ്ങൾ പ്രോഫിറ്റ് പറഞ്ഞ കാര്യങ്ങളൊന്നും നോക്കണ്ട, അത് അവിടെ അങ്ങ് ഒഴിവാക്കി നിർത്തിയിരിക്കുക. നിങ്ങളുടെ ചാർട്ടിൽ നിങ്ങളെ ടാർഗറ്റ് ഏരിയ എത്തുമ്പോഴത്തേക്ക് നേരെ പോകാൻ സ്കോർ ഓഫ് ചെയ്യുക, അതാണ് ചെയ്യാറ്. അവിടെ നിങ്ങൾ ഓൾറെഡി ഈ ഓപ്ഷൻസിൽ വന്നിട്ട് ഇത് നമുക്ക് പ്രോഫിറ്റ് നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഏകദേശം വരുമ്പോൾ പെട്ടെന്ന് പാനിക്കായിട്ട് എക്സിറ്റ് ചെയ്യും. ബിസിനസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം അതാണ്, പെട്ടെന്ന് എക്സിറ്റ് ചെയ്യും, ലോസ് ഇറങ്ങി വെച്ചുകൊണ്ടിരിക്കും. ഇത് ചെയ്യാൻ പാടില്ല. പ്രോപ്പറി എപ്പോഴും അതായത് നമുക്കൊരു അനലൈസ് ഉണ്ടായിരിക്കണം. ഇൻഡെക്സിൽ പ്രോഫിറ്റോ ലോസോ നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഇൻഡെക്സിൽ ചാർട്ടർ മാത്രമേ നോക്കാവൂ. ഇത് ശീലമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കരിയറിൽ സക്സസ്ഫുൾ ആവാൻ പറ്റും. ഇപ്പോൾ നല്ല എൻട്രീസ് എനിക്ക് എൻ്റെ പ്രോപ്പർ അനലൈസ് എനിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി 7,000 അടുപ്പിച്ച് പ്രോഫിറ്റ് വന്നിരിക്കുകയാണ്. പക്ഷേ ഞാൻ എക്സിറ്റ് ചെയ്യില്ല. എപ്പോഴും എൻ്റെ ടാർഗറ്റ് എത്തിയിട്ടില്ല. ടാർഗറ്റ് എത്തുന്നവരെ ഞാൻ ഹോൾഡ് ചെയ്ത്. ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിവട്ട് വരെ വരണം. പിവട്ട് എന്ന് പറഞ്ഞാൽ പിവട്ട് വരെ ആരും ഹോൾഡ് ചെയ്യാൻ നിൽക്കില്ല. അല്ലെങ്കിൽ ആ താഴത്തെ ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ പിവട്ട് ഇങ്ങനെ നമ്മൾ ടാർഗറ്റ് വയ്ക്കുന്നത്. പക്ഷേ അതൊരു ഹോൾഡ് ചെയ്യാൻ നിൽക്കില്ല. അതിന് ഏരിയയിൽ അടുത്ത് നിൽക്കുമ്പോഴേ എക്സിറ്റ് ചെയ്യാൻ നോക്കിക്കോളണം. അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് കയറ്റി കൊണ്ടുവരാൻ നോക്കിക്കോളണം. ഓക്കെ, ഓൾമോസ്റ്റ് 8,000 റുപ്പീസ് 9,000 റുപ്പീസ് പ്രോഫിറ്റ് ആയിട്ടുണ്ട്. എനിക്ക് ഓൾറെഡി 6.5% റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട് നിലവിൽ. എന്നിട്ട് ഞാൻ എക്സിറ്റ് ചെയ്തിട്ടില്ല.
5% മുകളിൽ വന്ന് നമുക്ക് പ്രോപ്പർലി നമുക്ക് ബുക്ക് ചെയ്യാൻ നിലവിൽ. അതാണ് നമ്മളൊരു സ്റ്റാൻഡേർഡ് ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ. ഓൾമോസ്റ്റ് 10% ആയിട്ടുണ്ട്, 11% ആയിട്ടുണ്ട്, 13K ആയിട്ടുണ്ട് പ്രോഫിറ്റ്. ഞാൻ എക്സിറ്റ് ചെയ്തിട്ടില്ല, എൻ്റെ ഒരു ടാർഗറ്റ് എത്തിയിട്ടില്ല. ഓൾമോസ്റ്റ് ടാർഗറ്റ് ആവുന്നുണ്ട്. പ്രോപ്പർ ഡിസ്കൗണ്ട് ഏരിയ ഇറങ്ങി വരട്ടെ. ഡിസ്കൗണ്ട് ഏരിയ താഴെ വരുമ്പോൾ ഞാൻ എക്സിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 11% നോർമലി നോക്കുകയാണെങ്കിൽ 5 to 10 എന്ന് വെച്ചാൽ 10% വെച്ചാൽ പ്രോപ്പർ ഒരു പ്രൊഫഷണൽ ബുക്കിംഗ് ആണ്. പക്ഷെ ഞാൻ അപ്പോഴും ബുക്ക് ചെയ്തിട്ടില്ല. നമ്മൾ അനലൈസ് എത്രത്തോളം ആക്യുറസി ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും. പേഷ്യൻസും ഇമ്പോർട്ടൻ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം പേഷ്യൻസ് ആണ്. പേഷ്യൻസ് ഡിസിപ്ലിൻസ് ഇല്ലെങ്കിൽ ഒരിക്കലും മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. വളരെ സമാധാനമായിട്ടിരിക്കുക. ഓക്കെ, അത്യാവശ്യം പ്രീമിയം ഡീക്ക് ഉണ്ട്. മാർക്കറ്റിൻ്റെ ഡൗൺ മൂവ്മെൻറ്റ് വരുന്നുണ്ട്, പക്ഷേ അത്യാവശ്യം നല്ല പ്രീമിയം ഡീക്ക് അടിച്ചാണ് വരുന്നത്. ഓക്കെ, ടാർഗറ്റ് വന്നിട്ടില്ല. 690, 700 റേഞ്ചിലായിരിക്കും എക്സിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. ഒരു 684 ഓൾമോസ്റ്റ് എൻ്റെ ടാർഗറ്റ് എത്താറാവുന്നുണ്ട്. 690 ഓക്കെ, പിവറ്റിന് ഏരിയ എത്തിയിട്ടുണ്ട്. ഞാൻ എക്സിറ്റ് ചെയ്യാൻ പോവാണ്, പ്ലാൻ ചെയ്യാം. ഓക്കെ, 690 ഓക്കെ ഫൈൻ. ഇതൊന്ന് എക്സിറ്റ് ചെയ്യാം. 15K ആവട്ടെ. 690 ഓക്കെ ഫൈൻ. 690 ഓക്കെ ഫൈൻ. സ്കോർ ഓഫ് 8 ഉണ്ട് ഞാൻ. ഇപ്പം കണ്ടോ, പ്രോഫിറ്റുകൾ 22 എടുത്തേക്കണം. ഞാൻ മുമ്പ് പറഞ്ഞ SL ഹിറ്റ് ചെയ്ത കോൾസാണ് നേരത്തെ മുമ്പ് കിടക്കുന്നത്.